എന്തായാലമ്മ ഇവിടെ മൊത്തം ആകെ മാറിപ്പോയില്ലേ. കഴിഞ്ഞോട്ട് ഞാൻ വന്നപ്പോ ഇവിടെ മൊത്തം റബ്ബറായിരുന്നില്ലേ. അതൊക്കെ മുറിച്ചടി. ഇനിയിപ്പോ ഇവിടെ എന്താ വീടാ അതൊക്കെ വെക്കാനാ തോന്നുന്നു. നമ്മടാ അവരാ തോന്നുന്നു സ്ഥലമൊക്കെ വാങ്ങിച്ചതേ. ആ അയാളുടെ ആ മൂത്ത ചക്കനില്ലേ അവനിക്കാ തോന്നുന്നു. ഓ അവർക്കാണോ? താത്ത വാ കഴിക്ക, സമയം ഒന്നരയായി. ഉമ്മ ഇവളാള് കൊള്ളാലോ. എന്റെ വീട്ടിലെ ചോർത്തിങ്ങൻ എവിടുന്നോ വലിഞ്ഞേറുന്ന ഇവളെന്നെ വിളിക്കേ. അതെ ഇതെന്റെ വീടാ. ഇവിടെ എപ്പ കഴിക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം. അതിനെ നിന്റെ ക്ഷണം എനിക്ക് വേണ്ട. അല്ല പിന്നെ എവിടെന്നോ വലിഞ്ഞേറി വന്ന പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു അഹങ്കാരേ. ഇവൾമാരെയൊക്കെ നീ ഒന്ന് മുണ്ടാണ്ടിരിക്കെ. അവള് കഴിച്ചോളൂ മോളെ, നീ പൊക്കോ. എത്ര പറഞ്ഞ പെണ്ണ് കേക്കില്ല. ഇങ്ങനെ ഒരെണ്ണം. കഴിക്കടി, കഴിക്കി. മതിമ്മ മതി. എന്റെ ഉമ്മ വായിക്ക് രുചിയായിട്ട് സമാധാനത്തോടെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ വരണം. അവിടെ നമ്മുടെ ഇഷ്ടം വരെ നടക്കോ? നമ്മുടെ ഇഷ്ടത്തിന് ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ഇനിയിപ്പൊ അഥവാ എന്തെങ്കിലും വാങ്ങിച്ചാലോ ആ തള്ളേന്റെ വാരി ഇരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. മോളോ വാ മോളെ വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം വാ. മോളെ നീ ഇരിക്കേ. ശരി. വാ ഇവിടെ ഇരുന്നോ, വാ. എന്നാ മോളെ കഴിക്കേ. രണ്ടാളും കഴിക്കി. അല്ലമ്മ ഇപ്പൊ ഇവിടുത്തെ വേലക്കാരികൾക്കൊക്കെ ഉമ്മ ടേബിളിൽ ഇരുത്തിയിട്ടാണ് ഇപ്പൊ ഭക്ഷണം കൊടുക്കണത്. എന്തായാലും വേലക്കാരികൾക്ക് വീട്ടുകാരുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത് അത്ര നല്ല ശീലമല്ല. അവസാനം അവര് നമ്മളെ കിട്ട് ഭരിക്കും. എന്തിനാ വെറുതെ വിറ്റങ്ങളിലൊക്കെ ഇങ്ങനെ തീറ്റ നിർത്തുണ്ടോ? കുറെ നേരായി നീ തുടങ്ങിയിട്ട്. എന്തിനാ ഞാൻ നിർത്തുന്നത്? ഇവൾക്കണ്ട നമ്മളെ കൂടെ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്ര നിർബന്ധം. മോളെ നീ ഇരിക്കുന്നു, കഴിക്കേ. പെണ്ണ് നിനക്ക് കുറച്ച് കൂടുന്നിട്ട് ഈയിടെയായിട്ട്. അത് നിന്റെ ആങ്ങളുടെ ഭാര്യടി. പിന്നെ ആങ്ങളുടെ ഭാര്യ. ഞാനേ അവൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. അവള് ഞാനേ ഈ വീട്ടിലത്തെ വേലക്കാരിയായിട്ട് എന്നെ കാണുന്നു. ഛേ ഈ പെണ്ണ് എന്താ അങ്ങനെയായത്? ഉമ്മാക്ക് ഈയിടെയായിട്ടെ അവളോട് കുറച്ച് സ്നേഹം കൂടുണ്ട്. ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അതൊക്കെ അവളുടെ അഭിനയ, വെറും അടഫ്. ഉമ്മ അതിലൊന്നും വീഴണ്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പൊ കാണിച്ചത് കുറച്ച് കൂടിപ്പോയി. അന്നത്തിന് മുമ്പ് തന്നെ നീ അവളെ എണിപ്പിച്ചു വിട്ടത്. കൂടുതലോ? കുറഞ്ഞു പോയി പറ.
ഉമ്മ ഇനി അതെന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട, ഉമ്മ ഇരിക്കുക, നമുക്ക് കഴിക്കാം. ഇരിക്കുമ്മ, എനിക്ക് കുറച്ച് ചോറുതാ. ആ മതി മതി. ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ അധികം നേരം നിർത്താൻ പറ്റില്ല. നല്ല കറിയാ. ഉമ്മാന്റെ കൈപ്പുണ്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി നിർത്തിയാ ഞാനും എന്റെ മരുമോളും തമ്മിലുള്ള നല്ല ബന്ധം തന്നെ ഇല്ലാണ്ടാവും. എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ഇവളുടെ പെട്ടെന്ന് തിരിച്ചയക്കണം. പിന്നൊരു കാര്യം, അവളെ ഒന്നും അടുക്കള കയറ്റണ്ട കേട്ടോ. അവളെ അടുക്കള കയറ്റിയാ അടുക്കള ഭരണം കൂടി അവളെ ഏറ്റെടുക്കും. പിന്നെ ഉമ്മാക്ക് അടുക്കളയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല.